ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. പക്ഷേ മണി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 12 മണി കഴിഞ്ഞു, 12:30 ആവാറായി ഗായ്സ്. അപ്പോൾ ഞാൻ എണീച്ചപ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി കുളിച്ചൊരുങ്ങി വന്നതാണ്. കൈ കഴിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നവരെ സമ്മതിക്കണം, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല ഗായ്സ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് അറിയാവുന്ന ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. എൻ്റെ ഒക്കെ വീഡിയോയിൽ ഏത് സെലിബ്രിറ്റി ഇടാനാ? ഞാൻ തന്നെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, ആരിട്ടില്ലേലും. സോ ഞാൻ എന്നെ വെച്ച് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ദിസ് ഈസ് മൈ വട്ടി വില പോലും തരാതെ എണീച്ച് പോവും. നിങ്ങളൊന്നും അത് മൈൻഡ് ആക്കണ്ട, നിങ്ങൾ എന്നെ മാത്രം കണ്ടാൽ പോരെ. ഇവനെന്ന് പറയണത് വളരെ കണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വളരെ ഡേഞ്ചറാണ്. Guys, this is my brother. Hi. Hi brother. Say hi. വീഡിയോക്ക് ഒന്ന് ഹായ് പറയത്തില്ല. ഫുഡ് കഴിക്കാൻ പോവുകയാണ് അവൻ. കണ്ടോ, രാവിലെ പുട്ടാണ് കഴിക്കുന്നത്. ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. കണ്ടോ, ഓണുണ്ടോ വീഡിയോ ചരിച്ചൊക്കെ വീഡിയോ TV ഒക്കെ പറിച്ചെടുക്കും. അത് ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് അങ്ങ് പീക്കാണ്. നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഏതോ മോഹിനിയാട്ട സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊന്നും എനിക്കറിയില്ല, ഞാനങ്ങനെ സിനിമാ പ്രാന്തിയല്ല. സിനിമയൊക്കെ എപ്പോഴെങ്കിലും പലപ്പോഴും കസിൻസൊക്കെ ഒത്തു പോകുമ്പോഴത്തേക്ക് മാത്രമേ ഞാൻ സിനിമ കാണാറുള്ളൂ. അല്ലാതെ എനിക്ക് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഇത് എനിക്കില്ല ഗൈസ്. കുറേ നേരം അവിടെ ഇങ്ങനെ ഇരിക്കണ്ടേ. കസിൻസൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, തിയേറ്ററിലൊക്കെ പോയ സിനിമ കാണാം. തിയേറ്ററിൽ പോയിട്ട് മാത്രമേ ഞാൻ സിനിമ കാണാറുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ ഫോണിൽ കൂടെയോ ലാപ്പിലോ ഒന്നും ഞാൻ കാണാറില്ല. അങ്ങനെ ഒരു ജന്മമാണ് ഞാൻ. എന്നെ കണക്ക് ആരെങ്കിലും ഉണ്ടോ സിനിമ ഇഷ്ടമല്ലാത്തത്? ഇഷ്ടമല്ലെന്നല്ല, സിനിമ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ കാണാൻ വേണ്ടി ഒരുപാട് നേരം ടൈം ഒന്നും സ്പെൻഡ് ചെയ്യത്തില്ല ഒറ്റയ്ക്കിരുന്ന്. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് കുറി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ കുറി ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ചേരത്തില്ല. പക്ഷേ എനിക്കെന്തോ ഇടാനൊരു ആഗ്രഹം. നമുക്കൊന്ന് ഇട്ട് നോക്കിയാലോ. അതിന്റെ കോൺഫിഡൻസിലാവും വെച്ചിട്ട് അവന്റെ കളിച്ചു. അപ്പൊ 38 ലക്ഷം വെച്ചിറക്കണം. ഡേഞ്ചർ. അവൻ ഇങ്ങനെ വീഡിയോസിലൊന്നും വരത്തില്ല. ഞാൻ ഇങ്ങനെ അവനെ ഇറിറ്റേറ്റ് ചെയ്യും. അവനെ ഇറിറ്റേറ്റ് ചെയ്ത് അവൻ്റെ ഒന്ന് 2 അടിയൊക്കെ കിട്ടിയാലേ എൻ്റെ ഒരു ഇറിറ്റേഷൻ നിൽക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ. വണ്ടിയുടെ മേളിലിരിക്കുന്ന 2 ഹെൽമെറ്റും ഒരു കുടയാണ്. അപ്പോൾ നമുക്ക് അതാദ്യം മാറ്റാം. വെല്ലെടുത്ത് ഇവിടെയാണ് വെക്കുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ ഹെൽമെറ്റ്. കൊള്ളാമോ? അങ്ങനെയുണ്ട്. കുറച്ച് ചീത്തായി. ഇനി ഒരു പുതിയതൊരെണ്ണം വല്ല മേടിക്കണം. ഇത് കുറേ നാളായി. ഞാൻ കോളേജ് തൊട്ടേ ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഹെൽമെറ്റിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്കൊരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഫസ്റ്റ് ഒരു നല്ലൊരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതാണെങ്കിൽ ഏതോ ഒരുത്തൻ അടിച്ചുകൊണ്ട് പോയി. എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ആ ഒരു ഹെൽമെറ്റിൻ്റെ കൂടെ. കാര്യം ഒരു പുതിയ ഹെൽമെറ്റ് സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹെൽമെറ്റ് ആയിരുന്നു. അപ്പോൾ അത് ആരും അടിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്ക് രണ്ടാമത് ഒരാളെ മേടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പിന്നെ ഇതും കൊണ്ടങ്ങ് ആയി. പിന്നെ ഞാനും അവനും അങ്ങ് പ്രേമത്തിലായി. പിന്നെ ഇപ്പം എൻ്റെ ജീവനാണ്. അപ്പം നമുക്ക് പോവാം ഗൈസ്. ഓ മൈ ഗോഡ്, നമ്മളിപ്പോൾ കാറിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ റൈഡ്. ഇന്ന് ഒറ്റയ്ക്കുള്ളൊരു റൈഡാണ്. ഒറ്റയ്ക്ക് പോകാനാണ് അല്ലെങ്കിലും എനിക്ക് ഇഷ്ടം. ഗൈസ്, ഈ കുറി ഇട്ടത് ബോറാണോ? ഇതിന് ചേരോ? എനിക്കാണെങ്കിൽ അറിയില്ല. കൊള്ളാമല്ലേ? കുറച്ച് കുറി കിടക്കട്ടെ. വലിയ ബോറൊന്നുമില്ല അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. ബോറായിരിക്കും. നിങ്ങളടുത്ത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ബോറെന്നും പറഞ്ഞായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യാം. കിടക്കട്ടെ. ഗൈസ്, ഇവിടെ കുപ്പിക്കൊക്കെ ഭയങ്കര വില കുറവ്. അത് കണക്ക് തന്നെ ജാറിനൊക്കെ നല്ല വില കുറവ്. ഞാൻ ഇവിടേക്ക് ഫ്രീ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ നമ്മളിവിടുത്തെ സ്മാർട്ട് ബസാറിന്. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരാം ഗൈസ്.
പക്ഷേ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും വന്ന് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആളുകൾ നോക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാവുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ട് വോയിസ് കൊടുക്കാമെന്നാണ് ഞാൻ പിന്നെ വിചാരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്താണ്. അപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്താകുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്കല്ല. അപ്പോൾ എനിക്ക് ഇൻട്രോവേർട്ടൊന്നും ഇല്ലേ. സോ നമുക്ക് ലിഫ്റ്റ് നമുക്ക് ഇങ്ങനെ തകർക്കാം. ഇപ്പൊ ഞാനിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ എത്തി ഗായ്സ്. അപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രോളിയും കൂടെ എടുത്തോണ്ട് പോട്ടെ. കുറച്ച് സാധനം കൂടി ഇവിടെ നിന്ന് മേലിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ട്രോളിയും കൂടെ എടുത്തിട്ട് മേലിൽ പോകാം ഗായ്സ്. ഞാൻ അപ്പോൾ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി ഈ ഒരു വലിയ ട്രോളിയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി മേലിൽ ചെല്ലുമ്പോൾ എന്താവും എന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടപ്പോൾ നടക്കാം. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഗായ്സ്. അവിടെ നിന്നൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം വാരി എടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് ഗൈസ്. മുട്ടായിയൊക്കെ കണ്ടാൽ പിന്നെ എനിക്ക് എൻ്റെ കൺട്രോൾ പോവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേവറേറ്റ് ക്രിസ്പെല്ലോ എടുത്തോലോ. 3 എണ്ണം എടുക്കാം. 1 എനിക്ക്, 1 അനിയന്, 1 അമ്മയ്ക്ക്. ഗായ്സ് അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ പോവുകയാണ്. ഇത്രയും സാധനങ്ങൾ കവർ നിറയെ മേടിച്ചു. എനിക്ക് അവിടെ നിന്ന് ഒരു കവർ കിട്ടി. എനിക്ക് അമ്മ ഒരു കവറും തന്നു. പക്ഷേ ഞാൻ ഇതെടുത്തില്ല. അവിടെ പോയപ്പോൾ എനിക്കൊരു കവർ ഫ്രീ കിട്ടി ഗായ്സ്. പിന്നെ ഇതിലിങ്ങ് കൊണ്ടുവന്നു ഗായ്സ്. അതിൻ്റെ അകത്ത് നിന്നപ്പോഴത്തേക്ക് കുടിക്കാൻ മേടിച്ചതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വെളിയിൽ ഇറങ്ങിയിട്ട് കുടിക്കാമെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു ഗ്രേപ്പിൻ്റെയാണ്, ബാൾ ഗ്രേപ്പ് ജ്യൂസ്. കുടിച്ചു നോക്കാം. കുടിച്ചു നോക്കി, കുഴപ്പമില്ല. 60 രൂപയാണ്. അപ്പോൾ 60 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല. എന്നാലും ഓക്കെ. കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് ഞാൻ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ഇനി മേടിച്ച ബിരിയാണി കഴിച്ചിട്ട് ഒന്ന് ഉച്ചയുറക്കം ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് എണീച്ചിട്ട് ഞാൻ ബാക്കി വീഡിയോ മൂടുണ്ടെങ്കിൽ ഇടാം ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.